നമ്മുടെ കേരളത്തിൽ കിഫ്ബിയെ 2016 പുനർജീവിപ്പിക്കുന്നത്. ആ കിഫ്ബി കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കിഫ്ബിയുടെ പദ്ധതികൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യാപിച്ച് കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിലൂന്നിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2016 എല്ലാവരും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന, വേദനിച്ചിരുന്ന ഒരു രംഗമാണ് പൊതുവിദ്യാഭ്യാസ രംഗം. പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച അത് സംഭവിക്കാൻ പോവുകയാണല്ലോ എന്ന ചിന്തയാണ് ആളുകളെ വേദനിപ്പിച്ചിരുന്നത്. എന്നാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയ തോതിലുള്ള മാറ്റമുണ്ടായി. ഇവിടെ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു. 5000 കോടിയോളം രൂപയാണ് പൊതുവെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചത്. അതിൽ ഏറിയ കൂറും കിഫ്ബിയാണ് പ്രധാന പങ്ക് വഹിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നവീകരിക്കപ്പെട്ടു. ഇതൊന്നും ഒരു കാലത്തും സംഭവിക്കില്ല എന്ന് കരുതിയവരായിരുന്നു നമ്മുടെ നാട്ടുകാർ. പക്ഷേ അവരുടെ മനസ്സ് കുളിരും വിധമാണ് അതത് പ്രദേശങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടത്. അതോടൊപ്പം ക്ലാസ് റൂമുകൾ പൂർണ്ണമായും സ്മാർട്ട് ക്ലാസ്സുകളായി. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. അവർ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി കഴിഞ്ഞു, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട്. ഇങ്ങനെയുള്ള മാറ്റം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാനിടയായത് കിഫ്ബിയുടെ പങ്കാളിത്തം കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ വല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുകയാണ്. കേരളം വിട്ട് കേരളത്തിൻ്റെ അതിർത്തിയും കടന്നാൽ നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയും ആളുകൾക്ക്. നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമില്ല. ഇത് ആളുകളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. വലിയ മനോവേദനയോടെ ആ കാര്യങ്ങൾ ഒരു 10 വർഷം മുൻപ് ആളുകൾ പറയുമായിരുന്നു. മാറിയില്ലേ? വലിയ മാറ്റം വന്നില്ലേ? അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ റോഡുകൾ, സാധാരണ റോഡുകൾ, PWD റോഡുകൾ നോക്കിയാൽ നല്ല രീതിയിൽ മാറിയില്ലേ? അതിനകത്ത് തന്നെ പാലങ്ങൾ, അടുത്ത ദിവസം കേരളത്തിൽ 150 പാലങ്ങളാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് എന്ന വാർത്തകൾ വന്നു. അപ്പോൾ ഓരോ പാലവും ജനങ്ങൾ വലിയ തോതിൽ ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത്. അത്ര കണ്ട് പങ്കാളിത്തത്തോടെയാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. ഇതെല്ലാം നാടാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു വേർതിരിവുമില്ലാതെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നല്ല മാറ്റം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ കുട്ടികൾ, യുവാക്കൾ എല്ലാം കളിച്ചു വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. കളിച്ചു വളരണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം വേണ്ടേ? അതിന് കളിക്കളങ്ങൾ വേണ്ടേ? പറ്റിയ സ്റ്റേഡിയങ്ങൾ വേണ്ടേ? അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ കുറവാണല്ലോ. ആ കുറവ് പരിഹരിക്കുന്നതിനും കിഫ്ബിയുടെ ഇടപെടൽ നല്ല നിലക്ക് വരികയാണല്ലോ. വലിയ മാറ്റമല്ലേ ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ആരോഗ്യരംഗം എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യരംഗത്തെ മാറ്റം കിഫ്ബിയല്ലേ പ്രധാന പങ്ക് വഹിച്ചത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഓരോന്നിൻ്റെയും കണക്കെടുത്താൽ കിഫ്ബി വഹിച്ച പങ്ക് എത്രയാണ്? വലിയ തോതിലല്ലേ കിഫ്ബി അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്കല്ലേ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി വരുന്ന മാറ്റമോ
വലിയ മാറ്റമാണല്ലോ സംഭവിക്കുന്നത്. നമ്മുടെ മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, ഇതിലെല്ലാം വലിയ തോതിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. അതും എവിടം വരെ എത്തി? രാജ്യത്ത് ഒന്നാം സ്ഥാനം എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയല്ല. കാരണം പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. എന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ലോകത്ത് അമേരിക്കയാണല്ലോ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം. ആ സമ്പൽ സമൃദ്ധമായ അമേരിക്കയിൽ ശിശുമരണം 5.6. നമ്മുടെ കേരളത്തിലത് 5. അപ്പോൾ അമേരിക്കയെ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതല്ലേ നാം നേടിയ നേട്ടം? എത്ര വലിയ മാറ്റമാണത്! ഇപ്പോൾ നേരത്തെ ആരോഗ്യരംഗത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആർദ്രം മിഷനിലൂടെ ഒരു ശ്രമം ഗവൺമെൻറ് നടത്തുകയുണ്ടായി. അതിനാവശ്യമായ ഫണ്ട് കിഫ്ബി നൽകുകയുണ്ടായി. അതിലൂടെ വന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചവരല്ലേ നമ്മൾ. നമ്മുടെ ലോകത്തെ ഞെട്ടിച്ച കോവിഡ് മഹാമാരി ഇതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ വന്നത്. കോവിഡ് മഹാമാരി വന്നപ്പോൾ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തിപ്പോയി. നമ്മളോ കോവിഡിൻ്റെ മൂർധന്യദശയിലും നമ്മളൊരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. എന്നാൽ പല രാജ്യങ്ങളിലെയും അവസ്ഥ എല്ലാവർക്കും അറിയാലോ. വെന്റിലേറ്റർ ഇല്ലാത്തതും രോഗികൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുത്തതുമൊക്കെയായിട്ടുള്ള രാജ്യങ്ങളില്ലേ ലോകത്ത്. ഇതിനെല്ലാം മാറ്റം വന്നത് നമ്മുടെ ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ. കാലം ആവശ്യപ്പെടും രീതിയിലുള്ള പുരോഗതി നമുക്ക് നേടാൻ കഴിയുന്നുവെന്നല്ലേ ഇത് കാണിച്ചത്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടാവും, ഒരു സംശയമില്ല.